ഇക്കുറി ലാൽ പാർലമെന്റിലേക്കില്ല. അതിസമ്മർദ്ദത്തിലായ മോഹൻലാൽ ഇത്തരമൊരു തീരുമാനമെടുക്കാനാണ് സാധ്യത. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മോഹൻലാലുമായി ഫോണിൽ സംസാരിച്ചു. തിരുവനന്തപുരത്ത് ലാൽ മത്സരിക്കണമെന്നാണ് ആവശ്യം. ആലോചിക്കാമെന്ന് മോഹൻലാൽ വാക്ക് നൽകിയെന്നാണ് വിവരം. എന്നാൽ അത് നടക്കില്ല. നാളെ പ്രധാനമന്ത്രി തന്നെ മോഹൻലാലിനെ വിളിച്ചുകൂടുന്നില്ല. അത്തരമൊരു കോൾ ലാൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കൊള്ളാനും വയ്യ തള്ളാനും വയ്യ എന്ന അവസ്ഥയിലാണ് അദ്ദേഹം. പത്മവിഭൂഷൺ നൽകി തന്നെ ബി.ജെ.പി. പ്രതിസന്ധിയിലാക്കിയെന്ന ധാരണയിലാണ് മോഹൻലാൽ. ഒ രാജഗോപാൽ, എം.ഡി. രമേശ് തുടങ്ങിയ നേതാക്കളുമായി അമിത് ഷാ സംസാരിച്ചിരുന്നു. മോഹൻലാലിനെ എങ്ങനെയെങ്കിലും ഒപ്പം കൂട്ടണമെന്ന നിർദ്ദേശം അമിത് ഷാ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. മോഹൻലാലിന് ബി.ജെ.പി. നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. പഠിക്കുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസിനോടാണ് ആഭിമുഖ്യം കാണിച്ചിരിക്കുന്നത്. പ്രിയദർശനും ഇതേ അഭിപ്രായമായിരുന്നു. എന്നാൽ കലയുടെ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മോഹൻലാൽ പിന്നീട് തന്റെ രാഷ്ട്രീയ മോഹങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് പഴയ KSU ബന്ധമാണ് അദ്ദേഹത്തെ സഹായിച്ചത്. ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുമ്പോൾ ആന്റണിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നതും KSU ബന്ധം തന്നെയാണ്. എന്നാൽ KSU-കാരനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഉന്നത പദവി ലഭിച്ചത്. മോഹൻലാലിനെ ബി.ജെ.പി. വളരെ നേരത്തെ നോട്ടമിട്ടതാണ്. മോഹൻലാലിന്റെ ഹൈന്ദവ മുഖമുള്ള കഥാപാത്രങ്ങളാണ് അവരെ ഏറെ ആകർഷിച്ചത്. മോഹൻലാലിന് ശ്രീധരൻപിള്ള, വി മുരളീധരൻ തുടങ്ങിയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. ഇത് ബി.ജെ.പി. പരമാവധി പ്രയോജനപ്പെടുത്തി. ബി.ജെ.പിയുടെ ചില യോഗങ്ങൾക്ക് ലാലിനെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും അതിന് അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ബി.ജെ.പിയുമായി രഹസ്യമായി സഹകരിക്കാൻ ലാൽ തയ്യാറായിട്ടുമുണ്ട്. വൃശ്ചികം 1-ന് സ്വാമി ശരണമെന്ന് പോസ്റ്റിട്ടത് അതിന്റെ ഭാഗമായാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനം വലിയ വിവാദമായ കാലത്താണ് സ്വാമി ശരണമെന്ന് പോസ്റ്റ് ഇട്ടത്. ഒടിയൻ സിനിമയുടെ പ്രമോഷനും മറ്റും RSSന്റെ ഭാഗത്തു നിന്നും വലിയ സഹകരണമാണ് ലഭിച്ചിട്ടുള്ളത്. ഒടിയൻ ഹൈന്ദവ മണമുള്ള ചിത്രമാണ്. പ്രധാനമന്ത്രിയെ ലാൽ കണ്ടത് ശ്രീധരൻപിള്ളയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമന്ത്രി ലാലിനെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ലാലിന്റെ രാഷ്ട്രീയ താല്പര്യം മനസ്സിലായിരുന്നു. കൂടിക്കാഴ്ച ദിവസം ബി.ജെ.പിയുമായി സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ചിരിച്ചു നിന്നതല്ലാതെ മറുപടി പറഞ്ഞില്ലെങ്കിലും മോദിയുടെ ഓഫർ ലാൽ നിരസിച്ചില്ല. മോദി ലാലിന്റെ ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചതും ഇതേ ലക്ഷ്യത്തോടെയാണ്. മോഹൻലാൽ ഇക്കുറി പാർലമെന്റിലേക്കില്ല എന്ന വിവരമാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരിൽ നിന്നും മലയാളി വാർത്തയ്ക്ക് ലഭിക്കുന്നത്. വിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ ലാലിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ എതിർക്കുന്നു. രാഷ്ട്രീയത്തോട് ഇപ്പോൾ ആഭിമുഖ്യം കാണിക്കുന്നത് പോലും അപകടമാണെന്ന ലൈനാണ് ആന്റണിക്കുള്ളത്. കാരണം നിരവധി ചിത്രങ്ങൾ ലാൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പുതിയ തീരുമാനം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ആന്റണിയെ പോലുള്ളവർ ലാലിനെ ഉപദേശിക്കുന്നത്. അതേസമയം ബി.ജെ.പി. തുടർന്നും അധികാരത്തിലെത്തിയാൽ കലാകാരന്മാരുടെ കോട്ടയിൽ ലാൽ രാജ്യസഭയിൽ എത്തിയേക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.